ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കരട് പട്ടികയിൽ നിന്ന് 68 ലക്ഷം പേരാണ് വെട്ടിമാറ്റപ്പെട്ടത്. 21.5 ലക്ഷം പേർ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അവസാന പട്ടിക പുറത്തു വന്നപ്പോൾ അധികമായി പുറത്തുപോയ 3.6 ലക്ഷം പേരുടെ വിവരങ്ങൾ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നില്ല. ഇതിൽ സുപ്രീം കോടതി നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കും മുൻപുള്ള നടപടിക്കെതിരെ പല വിമർശനങ്ങളും ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ചില സുപ്രധാന വിശകലനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും സാമൂഹിക പ്രവർത്തകനുമായ യോഗേന്ദ്ര യാദവ്. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. SIR കഴിഞ്ഞ ശേഷം കരട് വോട്ടർ പട്ടികയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 47 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടുവെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ വേറെയുമുണ്ട് കണക്കുകൾ എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സമിതിയുടെ കണക്ക് പ്രകാരം ബീഹാറിൽ പ്രായപൂർത്തിയായവരുടെ എണ്ണം 2025 സെപ്റ്റംബറിൽ 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിൽ 7.42 കോടി പേർ മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം 80 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് കാണാതായി എന്നാണ് യോഗേന്ദ്ര യാദവ് വാദിക്കുന്നത്. സ്ത്രീകളുടെയും മുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യത്തെയും SIR പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ബീഹാറിൽ വോട്ടവകാശമുള്ള മുഴുവൻ സ്ത്രീകളും SIR വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതിന് കണക്കുകളും യോഗേന്ദ്ര യാദവ് നിരത്തുന്നുണ്ട്. ബീഹാറിലെ സ്ത്രീകളുടെ എണ്ണവും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച സ്ത്രീകളുടെ എണ്ണവും തമ്മിൽ 2012 21 ലക്ഷത്തിന്റെ വിടവായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ജനുവരി എത്തുമ്പോൾ അത് 7 ലക്ഷമായി കുറഞ്ഞതാണ്. എന്നാൽ SIR കഴിഞ്ഞതോടെ ഈ വിടവ് 16 ലക്ഷമായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ കാര്യത്തിലും ഈ പ്രശ്നം യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം വോട്ടർമാരിൽ 24.7%, അന്തിമ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട 3.66 ലക്ഷം പേരുകളിൽ 33% മുസ്ലിങ്ങളാണ്. ഏകദേശം 6 ലക്ഷം മുസ്ലിങ്ങൾ കൂടുതലായി ഒഴിവാക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. SIR വോട്ടർ പട്ടികയെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ 24,000-ലധികം വ്യക്തതയില്ലാത്ത കൃത്യതയില്ലാത്ത പേരുകളാണ് ഉള്ളത്. ഏകദേശം 5.2 ലക്ഷത്തിലധികം പേരുകളിൽ ഇരട്ടിപ്പും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തി മുഴുവൻ നടപടിക്രമങ്ങളും സുതാര്യമോ നീതിയുക്തമോ ആയിരുന്നില്ല എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് യോഗേന്ദ്ര യാദവ്. 2003 തീവ്ര പരിഷ്കരണ ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്ന വിവരാവകാശ അപേക്ഷ പ്രസിദ്ധീകരിക്കാനോ മറുപടി നൽകാനോ വിസമ്മതിച്ചത് മുതൽ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റിലെ അന്തിമ റോൾ ഡേറ്റ് പുറത്തുവിടാൻ വിസമ്മതിച്ചത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ അതിന്റെ സ്വന്തം മാനുവലിനും എതിരാണെന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ ബീഹാറിന് പുറത്ത് SIR ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ വൻതോതിൽ വോട്ടവകാശ നിഷേധത്തിനുള്ള വഴികൾ തുറക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് യോഗേന്ദ്ര യാദവ് നൽകുന്നത്. തെരഞ്ഞെടുപ്പുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുകയും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ പിന്നോട്ടടിക്കലിനെ വേഗത കൂട്ടുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്.